ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തിയേറ്ററിലെത്തിയ മലയാള സിനിമകളുടെ കളക്ഷൻ സംബന്ധമായ വിവരങ്ങളടങ്ങിയ വീഡിയോ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിരുന്നില്ല. ഈ വീഡിയോ വഴി ഏപ്രിൽ മാസം തിയേറ്ററിലെത്തിയ മലയാള സിനിമകളുടെ കളക്ഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഏപ്രിൽ 5-ാം തീയതി 3 മലയാള ചിത്രങ്ങളാണ് തിയേറ്ററിലെത്തിയത്. എൽ എന്ന് നാമകരണം ചെയ്ത് ഷോജി സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. സന്ധ്യ മനോജ്, ജോഷി കൃഷ്ണ, അമൃത മേനോൻ എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിച്ച ഈ സിനിമ ആവറേജ് അഭിപ്രായം മാത്രമാണ് നേടിയെടുത്തിരുന്നത്. ഈ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് 6 ലക്ഷത്തോളം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. ഏപ്രിൽ 5-ന് തിയേറ്ററിലെത്തിയ മറ്റൊരു സിനിമ ജി അജയൻ സംവിധാനം ചെയ്ത് ശ്വേതാ മേനോൻ നായികയായി അഭിനയിച്ച ബാദൽ ദി മാനിഫെസ്റ്റോ എന്ന സിനിമയാണ്. ഗായത്രി സുരേഷ്, സായികുമാർ എന്നിവർ കൂടി അഭിനയിച്ച ഈ സിനിമ 5 ലക്ഷത്തോളം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. ബിഗ് ബോസ് താരം ഹിമാശങ്കരിയും തമിഴ് താരം ലോകേഷും അഭിനയിച്ച ചാപ്പകുത്ത് എന്ന സിനിമ ഏപ്രിൽ 5-ന് തിയേറ്ററിലെത്തി. അജേഷ് സുധാകരൻ, മഹേഷ് മനോഹരൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമ 12 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തത്. ഏപ്രിലിന്റെ തുടക്കത്തിൽ തിയേറ്ററിലെത്തിയ ചെറിയ 3 സിനിമകളും പരാജയമായിരുന്നുവെങ്കിൽ ഏപ്രിൽ 11-ന് തിയേറ്ററിലെത്തിയ 3 മലയാള സിനിമകളും മികച്ച സ്വീകാര്യതയാണ് ഏറ്റുവാങ്ങിയത്. ഈദ്, വിഷു, ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ ഈ 3 സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത് സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തത് ആവേശം എന്ന സിനിമയാണ്. ഫഹദ് ഫാസിൽ നായകനായി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഈ സിനിമ നിലവിൽ OTT-യിലേക്ക് വഴിമാറിയിട്ടുണ്ടെങ്കിലും 32-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയും ഈ ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 30 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 76 കോടി രൂപയിലേക്കും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 154 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഏപ്രിൽ മാസത്തിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയ സിനിമ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷമാണ്. ഏപ്രിൽ 11-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, അജു വർഗീസ്, കല്യാണി പ്രിയദർശൻ എന്നിങ്ങനെ മികച്ച ഒരു താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട്. ഈ ചിത്രം നിലവിൽ കേരള ഗ്രോസ് കളക്ഷനായി 38 കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 82 കോടിക്ക് മുകളിലുമാണ് നേടിയെടുത്തിട്ടുള്ളത്. ഏപ്രിൽ 11-ന് വിഷു, ഈദ്, ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ ജയ് ഗണേഷ് എന്ന ഉണ്ണി മുകുന്ദൻ ചിത്രം മികച്ച അഭിപ്രായം നേടിയെടുത്തെങ്കിലും സാമ്പത്തികമായി ഈ ചിത്രത്തിന് വിജയിക്കാനായില്ല. രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി 4.5 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 6 കോടിക്ക് മുകളിലും നേടിയെടുത്തിട്ടുണ്ട്. ഏപ്രിൽ 26-ന് 2 മലയാള ചിത്രങ്ങൾ തിയേറ്ററിലെത്തി. ഇതിൽ PG പ്രേംലാൽ സംവിധാനം ചെയ്ത പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യത്തേത്. സിജു വിൽസൺ, PP കുഞ്ഞികൃഷ്ണൻ, സുധീഷ്, നിഷ സാരംഗ്, വിജയകുമാർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ ചിത്രം 38 ലക്ഷം രൂപ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. ഏപ്രിൽ 26-ന് തിയേറ്ററിലെത്തിയ 2ാമത്തെ മലയാള സിനിമ ദിലീപ് നായകനായി നടൻ വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർടേക്കറാണ്. ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് നടൻ ദിലീപ് തന്നെയാണ്. 8 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ നിലവിൽ 11.5 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രം ബിസിനസ്സിലൂടെ മാത്രം 9 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. നിലവിൽ ആവറേജ് കളക്ഷനുമായി ഈ ചിത്രം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏപ്രിൽ മാസത്തിൽ സിനിമകളുടെ റിലീസിംഗ് വളരെ കുറവായിരുന്നു. ഈ 8 മലയാള സിനിമകളിൽ ആവേശം, വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തപ്പോൾ പവി കെയർടേക്കർ എന്ന ദിലീപ് സിനിമ ആവറേജ് കളക്ഷനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.